നമസ്കാരം. തേർഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം തുടരുന്നതിൽ വലിയ ആശങ്ക പങ്കുവയ്ക്കുകയാണ് ഗൾഫ് രാജ്യങ്ങൾ. മധ്യ പൂർവേഷ്യൻ രാജ്യങ്ങളൊക്കെ തന്നെ വലിയ ആശങ്ക നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ സമാധാനത്തിലേക്ക് ഇരു രാജ്യങ്ങളും വരണമെന്ന ഒരു ആവശ്യമാണ് പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം തീരുമാനങ്ങൾ, അതായത് സമാധാനത്തിലേക്ക് വരാനുള്ള തീരുമാനങ്ങൾ ഇരു രാജ്യങ്ങളും കൈക്കൊള്ളും എന്ന പ്രതീക്ഷ തന്നെയാണ് എല്ലാ ലോകരാജ്യങ്ങളും മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം തിരിച്ചടിക്ക് തിരിച്ചടിയായി പകരത്തിന് പകരമായി ഇരു രാജ്യങ്ങളും വലിയ തരത്തിലുള്ള ആക്രമണങ്ങൾ തുടരുകയാണ്. ഇസ്രയേൽ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ 100-ലധികം വ്യോമാക്രമണങ്ങൾ നടത്തി എന്നാണ് ഇതിനകം തരുന്ന റിപ്പോർട്ടുകൾ. മാത്രമല്ല, ഇസ്രായേൽ പ്രധാനമായും എണ്ണപ്പാടങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ആക്രമണമാണ് നടത്തുന്നത്. ഈ എണ്ണപ്പാടങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ആക്രമണം വരുമ്പോൾ പ്രധാനമായും നമ്മുടെ രാജ്യത്തിന് വരെ അത് ബാധിക്കുന്ന തരത്തിലേക്ക് വരാം. കാരണം എണ്ണവില വളരെ ക്രമാതീതമായി ഉയരുന്നൊരു സാഹചര്യം വരാനുള്ള സാധ്യത മുന്നിൽ കാണുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ക്രൂഡ് ഓയിലിൻ്റെ വില ഉയർന്നിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ എണ്ണ ഇറക്കുമതി ചെയ്യുകയാണ്. പെട്രോളും ഡീസലും ഇത്തരത്തിൽ ക്രൂഡ് ഓയിലും ഒക്കെ വലിയ രീതിയിൽ നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എണ്ണ പാടങ്ങൾ ആക്രമിച്ച് തകർക്കുന്നതിലൂടെ അത് ലോകരാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്താം. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമായും ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണം എന്ന് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നത്. എന്തായാലും പ്രധാനമന്ത്രി G7 ഉച്ചകോടിക്കായി ഇന്ന് കാനഡയിൽ എത്തുന്നുണ്ട്. കാനഡയിൽ അമേരിക്കൻ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഇത്തരത്തിൽ ഈ ഒരു ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന തരത്തിൽ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം അവിടെ ചർച്ചയാവാനുള്ള സാധ്യതയാണ് കാണുന്നത്. പ്രധാനപ്പെട്ട വിഷയം എന്നത് ഹൈപ്പർസോണിക് മിസൈലുകൾ വരെ ഇത്തരത്തിൽ ഇസ്രയേൽ ഉപയോഗിച്ചു എന്ന തരത്തിലാണ് വാർത്തകൾ വരുന്നത്. കനത്ത പ്രത്യാക്രമണം നടത്തിക്കൊണ്ട് ഇരു രാജ്യങ്ങളും ഇത്തരത്തിൽ വലിയ ആക്രമണം നടത്തുകയാണ്. അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങൾ ആശങ്കയിലാണ്. നമ്മളെ സംബന്ധിച്ച് അവിടെ യുദ്ധം തുടരുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത് എണ്ണപ്പാടങ്ങൾ ആക്രമിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തടക്കം വലിയ രീതിയിൽ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ഉയരും. അതോടൊപ്പം തന്നെയാണ് ഇരു രാജ്യങ്ങളുടെയും ജനങ്ങളെ ബാധിക്കുന്ന വലിയ വിഷയം. പാവപ്പെട്ട ആളുകളാണ് മരിച്ചു വീഴുന്നത്, സാധാരണക്കാരാണ് മരിച്ചു വീഴുന്നത്. യുദ്ധം എവിടെയും ബലിയാടാവുന്നത്, യുദ്ധം എവിടെ നടന്നാലും ബലിയാടാവുന്നത് സാധാരണക്കാരാണ് എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇരു രാജ്യങ്ങളും സമാധാനത്തിലേക്ക് തിരിച്ചു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്.